ഹലോ ഗൈസ്, ജിയ ഫോട്ടോക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തു, നല്ല സക്സസ് ആയിട്ട് കയറി പോകുന്നുണ്ട്. എല്ലാവരുമായിട്ട് നമുക്ക് നല്ല അഭിപ്രായം തരുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് പേര് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10-12 ദിവസമായുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സപ്പോർട്ടാണ്. നമ്മൾ തുടങ്ങിയ ഫാമിലി വ്ളോഗിനേക്കാളും കൂടുതൽ സപ്പോർട്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് 1000 വ്യൂസിന് നമുക്ക് എത്ര ഏണിങ്സ് കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചാനലിൽ പല ടൈപ്പ് ചാനൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടെക് ചാനലുണ്ട്, ഫാമിലി വ്ളോഗുണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ചാനൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വീഡിയോസിനൊക്കെ ഓരോ ചാനലിനും എത്ര വ്യൂവിന് അല്ല 1000 വ്യൂവിന് എത്ര പൈസ നമുക്ക് കിട്ടും, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് അറിയാൻ ആഗ്രഹമുണ്ടോ? എല്ലാവരും നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ട്, ആദ്യത്തെ വരുമാനം നമ്മുടെ കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇതിനു വേണ്ടി മെനക്കെടുന്നത്. സത്യം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഇതൊരു എന്താ പറയുക ടൈം പാസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഇത് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഏണിങ്സ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉള്ള വ്യൂ വെച്ചിട്ട് നമുക്ക് എത്ര രൂപ കിട്ടും, വെറും 1000 വ്യൂസിന് നമുക്ക് എത്ര ഏണിങ്സ് കിട്ടും, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടെ പറയണേ, പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണം. എന്നിട്ട് നമ്മുടെ ചാനലിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, മറക്കരുത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, 1000 വ്യൂസിന് എത്ര ഏണിങ്സ് കിട്ടും, ഇത് എന്തിനെ അപേക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗൈസ്, നമ്മുടെ യൂട്യൂബ് വരുമാനം നിശ്ചയിക്കുന്നത് ഒരു 3-4 കാര്യത്തെ അപേക്ഷിച്ചാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ടെക് ചാനൽ ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ വേറെ അവരുടേതായ രീതിയിലായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞുതരാം. ഇംഗ്ലീഷിലൊന്നും പറയുന്നില്ല, സാധാരണ ഭാഷയെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് കണ്ടൻറ്റാണ് നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, അതിനെ അപേക്ഷിച്ചാണ് ആദ്യത്തെ നമുക്ക് യൂട്യൂബ് വരുമാനം നിശ്ചയിക്കുന്നത്. അതായത് നമ്മൾ പല ടൈപ്പ് കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ടെക് ചാനൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിനകത്തൊക്കെ ഓരോ ടൈപ്പ് പരസ്യം വരിക. അപ്പം നമുക്കറിയാലോ, എല്ലാ ചാനലിലും പരസ്യം വെച്ചിട്ടാണ് നമ്മൾ യൂട്യൂബേഴ്സിനെല്ലാം യൂട്യൂബ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ചാനലിൽ നമ്മളിപ്പോൾ ഓരോ കണ്ടൻ്റ് ആയിരിക്കും, ഓരോ ചാനലിൽ ഓരോ കണ്ടൻ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള പരസ്യമാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോക്ക് ഇടുക. അതായത് ഞാനിപ്പോൾ ഒരു കാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വീഡിയോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പം നമ്മുടെ വീഡിയോൻ്റെ പരസ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാറിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനൊരു പൈസയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ചെയ്യുന്നുണ്ടെങ്കിൽ, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അതിനകത്ത് പരസ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുക്കിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മസാലകളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രങ്ങളുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരസ്യം ഉണ്ടാവുക. അതേപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ആൾക്കാരുടെ ആണെങ്കിൽ ബ്യൂട്ടി ഐറ്റംസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ പരസ്യം ഉണ്ടാവുക. അപ്പോൾ ഓരോ പരസ്യത്തിനും ഓരോ റേറ്റാണ് ഉണ്ടാവുക. പിന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഫാമിലി വ്ളോഗിനെ അപേക്ഷിച്ച് കൂടുതൽ ഒരു ഏണിങ്സ് കിട്ടുന്ന എന്ന് വെച്ചാൽ കുക്കിംഗ് ചാനലാണ്. പക്ഷേ കുക്കിംഗ് ചാനലിനേക്കാളും കുറച്ചും കൂടി ഏണിങ്സ് കിട്ടുന്നത് ടെക് ചാനലിലാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മുടെ കണ്ടന്റ് ഏതാണോ ആ കണ്ടന്റ് അനുസരിച്ചാണ് ആദ്യത്തെ നമ്മുടെ വരുമാനത്തിൻ്റെ തോത് നിശ്ചയിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ക്ലിക്ക് റേറ്റ് ആണ്. ഞാൻ പല വീഡിയോ നമ്മൾ പറയലുണ്ട്, നമ്മുടെ ചാനലിൽ ക്ലിക്ക് റേറ്റ് വരണം, നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ ക്ലിക്ക് റേറ്റ് വരണം. ക്ലിക്ക് റേറ്റ് വന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ വാച്ച് ടൈം ഉണ്ടാവുള്ളൂ, കൂടുതൽ എന്താ പറയുക യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ നമ്മുടെ മറ്റുള്ളവർക്ക് അയക്കുകയുള്ളൂ, എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ റീച്ച് ആവുള്ളൂ എന്നൊക്കെ ഞാൻ കൂടുതൽ വീഡിയോസും പറയലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വരുമാനം നിശ്ചയിക്കുന്നതിലും ക്ലിക്ക് റേറ്റിന് ഒരുപാട് കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ തമ്പനയിൽ നല്ല തമ്പനയിലായിരിക്കണം. പിന്നെ തമ്പനയിൽ പോലെ തന്നെ ക്യാപ്ഷൻ നല്ലതായിരിക്കണം. ഈ 2 കാര്യങ്ങൾ അതാണ് നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന സംഭവങ്ങൾ നമ്മുടെ ക്യാപ്ഷനും തമ്പനയിലും ആയിരിക്കും. അപ്പോൾ ഈ തമ്പനയിലും ക്യാപ്ഷൻ നല്ലതാണെങ്കിൽ കൂടുതൽ ക്ലിക്ക് റേറ്റ് വരും. ഈ ക്ലിക്ക് റേറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ആദ്യം തന്നെ കൂടുതലും വീഡിയോൻ്റെ അകത്തും ആദ്യം തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു പരസ്യമുണ്ട്. ആ പരസ്യം കണ്ടിട്ടാണ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത്. കൂടുതൽ വീഡിയോയിൽ അങ്ങനെ കാണാം. അപ്പോൾ ആ പരസ്യത്തിന് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് ചെയ്യും, വരുമാനം കൂടും. അപ്പം കൂടുതൽ ക്ലിക്ക് റേറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ ഒരുപാട് മാറ്റം വരുത്താനാവും. പിന്നത്തെ കാര്യം മസ്റ്റായിട്ട് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന കൺട്രിയാണ്.
നമ്മൾ ഇന്ത്യയെ കുത്തിരുന്ന് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇന്ത്യക്കാർ തന്നെ കാണുമ്പോൾ നമുക്ക് വരുന്ന വരുമാനം വലിയ വരുമാനം ഉണ്ടാവില്ല. അതായത് നമ്മുടെ ഒരു ആവറേജ് വരുമാനം ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ്റെ രൂപേൻ്റെ മൂല്യം അത്രയല്ലേ ഉള്ളൂ. അതേസമയം നമ്മൾ ഇന്ത്യയെ ഇവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ അമേരിക്കൻ കൺട്രീസ്, അതായത് US, പിന്നെ ഓസ്ട്രേലിയ, അങ്ങനെയുള്ള പുറമേയുള്ള രാജ്യത്തിലുള്ള ആൾക്കാർ കാണുമ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം വരുന്നുണ്ട്. ആ ക്ലിക്കിന് കൂടുതൽ വരുമാനം വരും. കാരണം അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ രൂപേനേക്കാളും ഒരുപാട് മേലെയാണ് US ഡോളറിൻ്റെ ഒക്കെ കിടക്കുന്നത്. അപ്പം നല്ല റിച്ച് കൺട്രീസിൽ ഇരുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. അപ്പം കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ പൊട്ടത്തരം മാത്രം ചെയ്ത് പോകാണ്ട് നമ്മൾ എന്താ പറയുക, കൂടുതലും പുറമെയുള്ള ആൾക്കാരെയൊക്കെ ആകർഷിക്കുന്ന ടൈപ്പിലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ കൂടുതൽ വീഡിയോ കാണുകയും നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടുകയും ചെയ്യും. അത് ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഒരുപാട് ആഡ്സ് വരലുണ്ട്. എന്താ പറയുക, നമ്മൾ കൂടുതൽ ടൈം, പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ടൈം ഇടണം. നമ്മൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, ആദ്യമൊക്കെ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെയാണ് തന്നെ നമുക്കൊരു 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വീഡിയോ നിൽക്കണം. കാരണം നമുക്ക് ചാനൽ റീച്ച് ആകാൻ വേണ്ടിയിട്ട്, അത് മോണിറ്റൈസേഷൻ ആകാത്ത ചാനലായതുകൊണ്ട് കുഴപ്പമില്ല, വരുമാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ വരുമ്പോൾ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി 4 മിനിറ്റ് 5 മിനിറ്റ്, പക്ഷേ നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആകുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ചാനലിൻ്റെ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടണം. അപ്പോൾ ഓരോ ലെങ്ത് കൂട്ടും തോറും നമ്മുടെ വ്യൂവിന് അതായത് ഒരുപാട് ആഡ്സ് വരും നമ്മുടെ വീഡിയോയ്ക്ക്. 3-4 ആഡ്സൊക്കെ ഒരു വീഡിയോയ്ക്ക് വരും. എത്ര ആഡ്സ് കാണുന്നോ, ഒരു വീഡിയോയിൽ എത്ര ആഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടും. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ചാനലിന് വരുമാനം നിശ്ചയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1000 വ്യൂസിന്, നമ്മളെ കണ്ടന്റ് അതാണ്, 1000 വ്യൂസിന് എത്ര വരുമാനം നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വ്യൂസിന് ഇത്ര വരുമാനം എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാനാവില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞ കണ്ടന്റ് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഇത്ര നമുക്ക് 1000 വ്യൂസിന് അല്ലെങ്കിൽ 2000 വ്യൂസിന് ഇത്ര നമുക്ക് വരുമാനം നമുക്ക് നിശ്ചയിക്കാനാവില്ല ശരിക്കും പറഞ്ഞാൽ. അത് ലോങ് വീഡിയോയ്ക്ക്. പക്ഷേങ്കിൽ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു ആവറേജ് വരുമാനം എന്ന് പറയുന്നത് 1 ലാഖിന് 83 രൂപ, അതായത് $1 എന്ന കണക്കിലാണ് ഏകദേശം യൂട്യൂബേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ മെയിൻ ചാനലിലൊക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ അതായത് $1 83 രൂപ, $1 83 രൂപ. ഷോർട്സിനൊക്കെ ഏകദേശം ഒരു 83 രൂപ കണക്കിലാണ് 1 ലക്ഷം വ്യൂവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫാമിലി വ്ളോഗിന് എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നത് 4000, എൻ്റെ അറിവിലാണ് ഞാൻ പറയുന്നത്, 4500 വ്യൂ ഒക്കെ ഉണ്ടെങ്കിലാണ് ഏകദേശം $1 കയറുന്നത്. അതായത് ലോങ് വീഡിയോയ്ക്ക് ഒരു 4000 വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം $1 കിട്ടും. ടെക് ചാനലിന് ഏകദേശം ഒരു 1500 2000, അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ 2000 വ്യൂ ഒക്കെ ഉള്ളപ്പം ഏകദേശം $1. ഇതൊക്കെ ഞാൻ പറയുന്നത് കറക്റ്റ് ഒരു പൈസ നമുക്ക് നിശ്ചയിക്കാനാവില്ല. ഇപ്പം ഞാൻ പറയാം, കറക്റ്റായിട്ടൊരു പൈസ നമുക്ക് നിശ്ചയിക്കാനാവില്ല ഒരു ചാനലിൻ്റെ. അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം, എന്നാലും ആവറേജ് പൈസയാണ് ഞാൻ പറയുന്നത്. ടെക് ചാനലിന് ഏകദേശം ഒരു 2000 2500 ആ ഒരു വ്യൂ, 1500 2000 ഇടയ്ക്കുള്ള ആ ഒരു ഇതിന് നമുക്ക് ഏകദേശം $1 കിട്ടും. അതേപോലെ തന്നെ കുക്കിംഗ് ചാനൽ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന ചാനൽ അതായത് ടെക് ചാനൽ തന്നെ ആയിരിക്കും കൂടുതൽ. അതായത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക് ചാനലിൻ്റെ അകത്ത് പരസ്യത്തിന് കൂടുതൽ പൈസ കിട്ടുന്ന മോഡലുള്ള പരസ്യമായിരിക്കും നമ്മുടെ ടെക് ചാനൽ ഉൾപ്പെടുന്നുണ്ടാവുക. അത് ഫാമിലി വ്ളോഗിനൊക്കെ സാധാരണ ഈ അതുപോലെ ഡ്രസ്സിൻ്റെ അങ്ങനത്തെ പരസ്യങ്ങളായിരിക്കും ഫാമിലി വ്ളോഗിന്, ബ്യൂട്ടി ടിപ്സ് ചാനലൊക്കെ വരും. അപ്പോൾ അതിന് ഏണിങ്സ് കുറവായിരിക്കും. അതേസമയം കൂടുതൽ റേറ്റിംഗ് ഉള്ള പരസ്യം വരുന്നത് നമ്മുടെ ടെക് ചാനലിനും പിന്നെ അങ്ങനെയുള്ള ചാനലൊക്കെയാണ്. അതായത് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകളൊക്കെ ഉണ്ടാവില്ല, വണ്ടി വിൽക്കുന്നതും അതിൻ്റെ ഇതൊക്കെ റിവ്യൂ ഒക്കെ കാണിക്കുന്നത്, അതിനൊക്കെയാണെങ്കിൽ കൂടുതൽ ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ പരസ്യമാണ് കാരണം നമ്മുടെ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഏണിങ്സ് നിശ്ചയിക്കുന്നത് പരസ്യമാണ്. നമുക്ക് മൊത്തം യൂട്യൂബ് നമുക്ക് എന്തെങ്കിലും പൈസ തരുന്നുണ്ടെങ്കിൽ അത് പരസ്യം വെച്ചിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏണിങ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 1000 വ്യൂവിന് ഇത്ര പൈസ നമുക്ക് നിശ്ചയിക്കാനാവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ഇത്ര കാര്യങ്ങളാണ് പരസ്യത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ പൈസ നിശ്ചയിക്കുന്നത്. പിന്നെ വീഡിയോ കാണുന്ന കൺട്രി, നമ്മൾ ഏത് കൺട്രിയിലാണ് നമ്മൾ വീഡിയോ കാണുന്നത്, അത് ഒരു കാര്യമാണ്. പിന്നത്തെ ക്ലിക്ക് റേറ്റ്, ചാനലിലെ ക്ലിക്ക് റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയ ആൾക്കാരുടെ ചാനലിൽ കുറച്ചൊക്കെ റേറ്റിംഗ് കൂട്ടിയെടുക്കാനാവും. പിന്നെ ഏത് കണ്ടന്റാണ് യൂട്യൂബിൽ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കണ്ടന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ 4 കാര്യങ്ങളെ അപേക്ഷിച്ചിട്ടാണ് കൂടുതലായും നമ്മുടെ യൂട്യൂബ് നമുക്ക് ഏണിങ്സ് തരുന്നത്.
അപ്പം 1000 ഒന്നുകൂടെ പറയാം, 1000 വ്യൂസിന് ഇത്ര പൈസ കിട്ടും എന്ന് നമുക്ക് ഒരു ചാനലിലും പറയാനാവില്ല. അത് ഓരോരോ വിഷയങ്ങളെ അപേക്ഷിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടിട്ട് അവസാനം എന്നെ തെറി പറയാൻ ആരും വരരുത്. കാരണം ഇതിൻ്റെ ടോപ്പിക് ഇത് തന്നെയാണ്. അതായത് നമ്മൾ തമ്പനയിലിട്ട് 1000 വ്യൂസിന് ഇത്ര പൈസ എന്ന് പറഞ്ഞാലും അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു പൈസ ഇതിന് പറയാനാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സിനെ കുറിച്ച് എന്ത് ചെയ്താൽ ഇത്ര പൈസ കിട്ടും എന്നതിനെക്കുറിച്ച്, നമുക്ക് എന്ത് ചെയ്താൽ നമ്മുടെ ഏണിങ്സ് കൂടുതൽ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഈ കാര്യങ്ങൾ നമ്മുടെ ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങളുടെ ഏണിങ്സിൽ ഒരുപാട് മാറ്റം വരുത്താനാവും. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.